ന്യൂസ് 18 ചാനൽ കേരള നേതൃത്വത്തിന് ഹിന്ദുത്വ വാർത്തകളിൽ നിയന്ത്രണമില്ല. റിലയൻസിന്റെ ഇംഗ്ലീഷ് ചാനലായ CNN ന്യൂസ് 18 ആണ് വാർത്തകൾ തയ്യാറാക്കുന്നത്. ഹിന്ദുത്വ വാർത്തകൾ മലയാളത്തിലാക്കൽ മാത്രമാണ് ന്യൂസ് 18 കേരള സംഘത്തിന്റെ ചുമതല. നടപടിക്കെതിരെ പ്രതിഷേധിച്ച ചാനലിൽ നിന്ന് കൂട്ടരാജി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ ന്യൂസ് റൂമിൽ നിന്ന്. ജീവൻ, എന്താണ് ആ മാധ്യമ സ്ഥാപനത്തിൽ സംഭവിക്കുന്നത്? അരുൺ, ന്യൂസ് 18 എന്ന ചാനലിലെ വാർത്തകൾ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ ചില വാർത്തകൾ ഈ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഇപ്പോൾ ന്യൂസ് 18 ചാനലിൻ്റെ കേരള നേതൃത്വത്തിൽ ഹിന്ദുത്വ വാർത്തകൾ തയ്യാറാക്കുന്നതിനുള്ള നിയന്ത്രണം, അത് സംബന്ധിച്ചുള്ള വാർത്തയുടെ നിയന്ത്രണമാണ് ഈ കാര്യത്തിലുള്ളത്. വാർത്തകൾ തയ്യാറാക്കുന്നത് ഇംഗ്ലീഷിൽ ന്യൂസ് 18 ചാനലിൻ്റെ CNN ന്യൂസ് 18 ചാനലിലാണ് വാർത്തകൾ തയ്യാറാക്കുന്നതിനുള്ള പൂർണ്ണമായ മേധാവിത്വം. കേരള സംഘത്തിന് ഇവ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള മാത്രമുള്ള ചുമതല മാത്രമാണ്, മലയാളത്തിലാക്കാൻ മാത്രമാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഹിന്ദുത്വ വാർത്തകൾ ഇംഗ്ലീഷ് ചാനലായ, എൻ്റെ മാതൃ ചാനലായ CNN ന്യൂസ് 18 ചാനലിൽ നിന്നും തയ്യാറാക്കുകയും കേരളത്തിൻ്റെ ഡെസ്കിൽ അത് പകർത്തി എഴുതുക എന്ന ഒരു സാധ്യത മാത്രമാണ് ഈ കാര്യത്തിൽ വിനിയോഗിക്കുന്നത്. ഇത് എല്ലാ വാർത്തകൾക്കും, ഹിന്ദുത്വ താല്പര്യമുള്ള എല്ലാ വാർത്തകൾക്കും ബാധകമുള്ളതായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബാഹ്യ വാർത്താ നിയന്ത്രണ രീതി തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാവി ഇത്തരത്തിലുള്ള അജണ്ടകൾക്കെതിരെ ന്യൂസ് 18 ആദ്യം സ്ഥാപിതമായതിനു ശേഷം ചില മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തുകയെങ്കിലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വലിയ അസംതൃപ്തി, പൊട്ടിത്തെറി ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ കാര്യത്തിൽ മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ചാനലിൽ നിന്നും കൂട്ടത്തോടെയാണ് ചിലർ രാജിവെച്ചിരിക്കുന്നത്. വി ഉണ്ണികൃഷ്ണൻ, SV പ്രദീപ്, ഫിറോസ് സാലി മുഹമ്മദ്, ഹാരി എന്നിവർ ഇപ്പോൾ ന്യൂസ് 18 ചാനൽ വിട്ടിരിക്കുകയാണ്. വി ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിരുന്നു. അദ്ദേഹം പ്രദീപും ഫിറോസും സീനിയർ ആങ്കർമാരായിരുന്നു. ഹാരി ചീഫ് കോപ്പി എഡിറ്ററായിരുന്നു. ഒട്ടേറെ മാധ്യമപ്രവർത്തകർ ഈ പുതിയ നിലപാടിൻ്റെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. കാവി അജണ്ട നടപ്പിലാക്കുന്നതിനായി ന്യൂസ് 18 തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുതിയ പദ്ധതി, അല്ലെങ്കിൽ അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുതിയ പദ്ധതി, പുരോഗമന വീക്ഷണമുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ചില മാധ്യമപ്രവർത്തകരെ അവിടെ നിയമിക്കുകയായിരുന്നു ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ചെയ്തിരുന്നത്. വാർത്തകളുടെ കാര്യത്തിൽ, വാർത്തകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പൊതുവിൽ വാർത്തകൾ ചെയ്യുന്ന കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകരെ ഇതിൻ്റെ ഭാഗമായി ആദ്യം ചാനലിലേക്ക് രണ്ടാം ഘട്ടത്തിൽ നേരിട്ട് ന്യൂസ് 18 നേതൃത്വം തന്നെ, അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ എത്തിച്ചു. KP ജയദീപ്, രാജീവ് ദേവരാജ്, TJ ശ്രീലാൽ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. പുരോഗമന വീക്ഷണമുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പൊതുവിൽ വാർത്തകൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്ന, അത്തരത്തിൽ കരുതപ്പെട്ടിരുന്ന ചില മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇവരെ ഇതിൻ്റെ തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഇവരിലൂടെയാണ് ഈ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ന്യൂസ് 18 നേതൃത്വം ഈ കാര്യത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ട നിയമനം നടന്നത് ന്യൂസ് 18, ഒന്നാം ഘട്ട നിയമനം ETV ആയിരുന്നു നടത്തിയിരുന്നത്. രണ്ടാം നിയമനം നടത്തിയത് റിലയൻസ് നേതൃത്വം തന്നെ നേരിട്ടിടപെട്ടുകൊണ്ടാണ്. രണ്ടാം നിയമനത്തിൽ വൻകിട ഒരു ശമ്പള വർധനവ് ഈ കാര്യത്തിൽ ഉണ്ടായി. അതോടുകൂടി ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകരും രണ്ടാമതെത്തിയ മാധ്യമപ്രവർത്തകരും തമ്മിൽ ഒരു ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം ഈ കാര്യത്തിലുണ്ടായി. സ്ഥാപനത്തിലെ ഇരട്ട ശമ്പളം പറ്റുന്നവർ, ഒരേ ഇതിൽ തന്നെയുള്ളതിൽ പലതരത്തിലുള്ള ശമ്പളം വാങ്ങുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായതിനെ തുടർന്ന് ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. റിലയൻസ് വന്നതോടുകൂടി ചാനൽ മേധാവിയെ തന്നെ മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യം പ്രമോദ് രാഘവനായിരുന്നു ഇതിൻ്റെ റണ്ണിങ്, ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ടെസ്റ്റ് റണ്ണിങ് ആരംഭിച്ച ഘട്ടത്തിൽ ഇതിൻ്റെ മുഴുവൻ ചുമതല ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെ മാറ്റി പ്രമോദ് രാഘവൻ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് ഉള്ളത്. ഒരു ഹിന്ദുത്വ വാർത്തകൾ തയ്യാറാക്കുന്നതിന് CNN ന്യൂസ് 18 ചാനൽ അതിൻ്റെ അഖിലേന്ത്യാ സ്വഭാവത്തിൽ തന്നെ ഒരു രീതി കൊണ്ടുവരുന്നു. ആ വാർത്തകൾ കേരളത്തിലേക്ക് കോപ്പി എഡിറ്റ് ചെയ്യപ്പെടുക മാത്രമാണ് ഉള്ളത് എന്നതാണ് ഇതിലേറ്റവും ഗൗരവതരമായ ഒരു കണ്ടെത്തൽ. അരുൺ, കേരളത്തിലെ ന്യൂസ് 18 അടക്കം ഈ നെറ്റ്വർക്കിന് ജീവൻ 13 ചാനലുകളാണല്ലോ നിലവിൽ ഇന്ത്യയിലുള്ളത്. അതായത് ഒരു സോഴ്സിൽ നിന്ന് വരുന്ന വാർത്ത അത് തർജ്ജമ ചെയ്ത് അപ്പാടെ കൊടുക്കുക BJPക്ക് അനുകൂലമായി എന്ന പ്രഖ്യാപിതമായ നിലപാട് മാത്രമാണ് നിലവിൽ അവർ സ്വീകരിക്കുന്നത്.
അതിന് വിമുഖത കാണിച്ച ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് രാജിവെച്ച് പോവുകയാണ്. അങ്ങനെ ഈ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു വലിയ ചേരിതിരിവ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നതുകൂടിയാണോ നിലവിൽ ലഭിക്കുന്ന വാർത്ത? അതാണോ വസ്തുത? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ടെസ്റ്റ് റൺ, ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഒരു ലോഞ്ചിങ്ങിന് മുന്നോടിയായി ആദ്യഘട്ടത്തിൽ ഒരു പറ്റം മാധ്യമ പ്രവർത്തകരെ നിലവിൽ ഉണ്ടായിരുന്ന ശമ്പളത്തിനേക്കാൾ കുറെ കൂടെ വർധനവ്, ചെറിയ ആനുപാതികമായ ഒരു വർധനവ് നൽകിക്കൊണ്ട് ന്യൂസ് 18 ചാനൽ എടുക്കുകയായിരുന്നു. തുടർന്ന് അത്തരം ഒരു വാർത്താ സംസ്കാരം കേരളത്തിൽ പൊതുവിൽ ഇപ്പോഴുണ്ട് എന്ന് നമ്മൾ പറയേണ്ടതായി വരും. കാരണം ഒരു ചാനലിൽ പ്രവർത്തിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു ചാനലിലേക്ക് പോകുന്നത് ഒരു മോശം കാര്യം എന്നുള്ള തരത്തിൽ നമ്മളിപ്പോൾ പറയുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ അവർ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഈ വാർത്തയുടെ കാര്യത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു വൈബ്രൻസി ഈ കാര്യത്തിൽ വന്നിട്ടില്ല എന്നൊരു പൊതുവിലയിരുത്തൽ അതിൻ്റെ നേതൃത്വം, റിലയൻസ് നേതൃത്വത്തിന് തന്നെ കേരളത്തിൽ ഉണ്ടായത്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾക്ക് അനുഗുണമാം വിധം ഇടപെടാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു ശൃംഖല ഈ കാര്യത്തിൽ വരേണ്ടതുണ്ട് എന്ന ഒരു പൊതു അഭിപ്രായം പൊതുവിൽ രൂപപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്ന ചില മുൻനിര ചാനലുകളുടെ മേധാവിമാരായിരുന്ന ആളുകളെ ചാനലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു പലപ്പോഴും ഉണ്ടായത്. അതിനായി ഒരു മോഹവില തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. പല ആളുകളെയും ഈ രൂപത്തിൽ അവിടേക്ക് എത്തിച്ചു. വാർത്തയുടെ കാര്യത്തിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഈ കാര്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം കേരളത്തിൽ വലിയ പൊതുസ്വീകാര്യതയുള്ള ചില മുഖങ്ങൾ ഈ കാര്യത്തിൽ ഇത് പ്രസന്റ് ചെയ്യുന്നതിന്, ഈ അജണ്ട പ്രസന്റ് ചെയ്യുന്നതിന് ആവശ്യമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ന്യൂസ് 18 അഖിലേന്ത്യാ നേതൃത്വം എത്തിച്ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വലിയ വിശ്വസനീയതയുള്ള വാർത്തകളുടെ കാര്യത്തിൽ വലിയ ആധികാരികതയുള്ള ഒരു വലിയ സ്റ്റേച്ചറുള്ള ചില മാധ്യമ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കുക എന്നത് ഒരു നിഗമനത്തിന്റെയും ഒരു തീരുമാനത്തിന്റെയും ഭാഗമായിരുന്നു. അങ്ങനെയാണ് ജീവൻ SV പ്രദീപ്, അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ SV പ്രദീപ്, ഇവിടെ ജഗദീഷ് ചന്ദ്രയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ജോഷി ഇതിന്റെ ചീഫ് എഡിറ്ററായി വന്ന കാര്യം താങ്കളടക്കം പ്രതിപാദിച്ചിരുന്നല്ലോ, വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു. അത് യഥാർത്ഥത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത്? ഈ കാവ്യവൽക്കരണത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ആദ്യ തുടക്കമായിരുന്നോ അത്? അരുൺ, തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെ വിലയിരുത്തപ്പെടുമ്പോൾ ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതിന്റെ അകത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ന്യൂസ് 18 ഇന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, മാധ്യമ ചരിത്രത്തിൽ ഇല്ലാത്ത കേരളത്തിന്റെ മാധ്യമരംഗത്ത് ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം സംസ്ഥാന ഇന്റലിജൻസും കേന്ദ്ര ഇന്റലിജൻസും അടിയന്തരമായി നടത്തണമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് സാമ്പത്തിക വശം, 2 സുരക്ഷയിലേക്കുള്ള കടന്നുകയറ്റം. ഒരു കോർപ്പറേറ്റ് ഭീകരൻ മാധ്യമരംഗത്തേക്ക് വരുമ്പോൾ മാധ്യമത്തിന്റെ താല്പര്യം, മാധ്യമ പ്രവർത്തകരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് താല്പര്യമാണ് ഇവർക്ക് സംരക്ഷിക്കാനുള്ളത്? അടിയന്തരമായി അന്വേഷണത്തിന് വിധേയമാക്കണം സംസ്ഥാന ഇന്റലിജൻസും കേന്ദ്ര ഇന്റലിജൻസും. ഞാൻ തെളിവുകളടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യമായി സാമ്പത്തികം. കള്ളപ്പണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പൊതുസമൂഹത്തിൽ ന്യൂസ് 18 ഒഴുകുന്ന കള്ളപ്പണത്തെക്കുറിച്ച്, കണക്കിൽപ്പെടാത്ത പണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏറ്റവും ആദ്യഘട്ടത്തിൽ ഉണ്ടാകണം. ഉദാഹരണമായി ന്യൂസ് 18 ഒരു ജീവനക്കാരൻ 50,000 രൂപ സാലറി വാങ്ങുന്ന ഒരു ജീവനക്കാരനിൽ ഔദ്യോഗികമായി ലഭിക്കുന്ന സാലറി സ്ലിപ്പ് 30,000 രൂപ മാത്രം. ബാങ്ക് ലോണിനോ മറ്റ് ഏതെങ്കിലും കാര്യത്തിലോ ഔദ്യോഗിക സാലറി സ്ലിപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത് 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് 30,000 രൂപ മാത്രം. ആ സാലറി അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് 20,000 രൂപ വരുന്നത്. ഈ 20,000 രൂപ അക്കൗണ്ടബിൾ അല്ല ഈ കോർപ്പറേറ്റ് ഉടമയെ സംബന്ധിച്ചിടത്തോളം. ഈ 20,000 രൂപ കോർപ്പറേറ്റ് ഉടമയെ സംബന്ധിച്ചിടത്തോളം കള്ളപ്പണമാണ്, ടാക്സബിൾ അല്ല. എന്നാൽ ജീവനക്കാരന് 20,000 രൂപ ടാക്സബിൾ ആകുന്നു. 50,000 രൂപ സാലറി വാങ്ങുന്ന ഒരാൾക്ക് 30,000 രൂപ ഔദ്യോഗിക സാലറിയും 20,000 രൂപ കള്ളപ്പണവും ആകുമ്പോൾ കള്ളപ്പണം ഈ 20,000 രൂപ ഒരാൾക്കാണെങ്കിൽ ന്യൂസ് 18 ജീവനക്കാരിലൂടെ ഒഴുകുന്ന കള്ളപ്പണത്തിന്റെ സ്രോതസ് ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമാക്കണം. 2, ന്യൂസ് 18 ഉയർത്തുന്ന സുരക്ഷ. സംസ്ഥാനത്ത്, കേരളമാണ് ഞാൻ ഉദാഹരണമായി പറയുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ന്യൂസ് 18 റിപ്പോർട്ടർമാരുടെ കടുത്ത നിരീക്ഷണത്തിലാണ്. ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിലോ
എക്സ്ക്ലൂസീവ് അടിക്കുന്നതിലോ അല്ല ഇവിടത്തെ ഒരു തിരുവനന്തപുരം ബ്യൂറോയിലെ 2 റിപ്പോർട്ടർമാരുടെ ചുമതല. അവരുടെ ചുമതല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിരീക്ഷിക്കുക. ഇന്ന് മുഖ്യമന്ത്രിയുടെ ടൂർ പരിപാടി ഏതൊക്കെയാണ്, മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ള വിവരം ഇന്ന് വൈകിട്ട് റിപ്പോർട്ട് കൊടുക്കണം അസൈൻമെന്റ് ഡെസ്കിൽ. നാളെ മുഖ്യമന്ത്രിയുടെ രീതികൾ എന്താണ് എന്ന് റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ഹൈദരാബാദിലും നോയിഡയിലും ഡൽഹിയിലെയും അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് രാജ്യ തലസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൈമാറപ്പെടുന്നു. ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരം ഈ കോർപ്പറേറ്റ് ഭീകരന്മാർ ആർക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അന്വേഷിക്കേണ്ട ഘടകമാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, കേരളത്തിൽ മുഖ്യമന്ത്രിയുടെയും ഫൈനാൻസ് മിനിസ്റ്ററുടെയും വ്യവസായ മന്ത്രിയുടെയും ഓഫീസുകൾ കർശന നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരം ബ്യൂറോയിൽ 2 പേർക്ക് ഇതിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. 1. 2. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ, UDFന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർക്കും ഇലക്ട്രോണിക് ഗിഫ്റ്റ് കൊടുക്കാൻ കഴിവുള്ള റിപ്പോർട്ടർമാരുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ സ്വാധീനം ചെലുത്തി ഇലക്ട്രോണിക് ഗിഫ്റ്റ് ഏർപ്പെടുത്തുക. ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്ക്. അത് പറയുന്നത് അവരുടെ മൂവ്മെന്റ്സ്. നമ്മളിപ്പോൾ 2000 രൂപയുടെ ഇലക്ട്രോണിക് ചിപ്പിനെ കുറിച്ച് ട്രോളുകൾ വരുമ്പോൾ അത്തരത്തിൽ വിവരശേഖരണത്തിന്റെ ഭാഗം എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. പ്രദീപ്, ഒരു സംശയം കൂടെ ഇവിടെ ഈ വാർത്തയ്ക്ക് വേണ്ടി ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പ്രത്യേക ബീറ്റ് നോക്കുക, അങ്ങനെ നിരീക്ഷിക്കുക എന്നുള്ളത് അസ്വാഭാവികമായ കാര്യമല്ല. പക്ഷേ ഇവിടെ അസാധാരണമായൊരു സംഗതിയായി ഇതിനെ കാണാനാകുമോ? പ്രത്യേകിച്ച് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ താല്പര്യത്തോടു കൂടി ഏതെങ്കിലും പ്രത്യേക ചേരിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ നിരീക്ഷണം, ആ സ്വഭാവത്തിലുള്ളതാണോ ഈ നിരീക്ഷണം എന്ന് കാണാനാകുമോ? തീർച്ചയായിട്ടും അരുൺ, ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മാധ്യമ ചരിത്രം എഴുതു കഴിഞ്ഞാൽ നാം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏത് മുഖ്യമന്ത്രിയുമാകട്ടെ, ആ ഓഫീസിൽ നിന്ന് നാം വാർത്തകൾ ചോർത്തും വാർത്തകൾ കൈകാര്യം ചെയ്യും. അതിനപ്പുറത്തേക്ക് ആ ഓഫീസിൽ ആരൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്, ആ ഓഫീസിലെ മാധ്യമ വിഭാഗം ഏതു തരത്തിൽ പ്രവർത്തിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ എന്ന് ഞാൻ പേരെടുത്ത് പറയുന്നു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം ധനകാര്യമന്ത്രി, വ്യവസായ മന്ത്രി, UDFിലെ KPCC പ്രസിഡന്റ്, UDF കൺവീനർ, ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കളെ സെലക്ട് ചെയ്തുകൊണ്ട് ബീറ്റ് കൊടുക്കുക. നാം എപ്പോഴും ടോപ്പിക് വൈസ് ബീറ്റ്, അല്ലെങ്കിൽ UDF ബീറ്റ്, അല്ലെങ്കിൽ LDF ബീറ്റ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു ബീറ്റ് സംവിധാനം ഇന്റലിജൻസിന്റെ ഭാഗമാണ് എന്ന അസംതൃപ്തി ഈ റിപ്പോർട്ടർമാർ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന തലത്തിൽ മാത്രമല്ല എല്ലാ ജില്ലാ റിപ്പോർട്ടർമാർക്കും എക്സ്ക്ലൂസീവ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവർക്ക് കൊടുക്കുന്ന കർശന നിർദ്ദേശം, നാളെ ഇവർ കൊടുക്കുന്ന നേതാക്കൾ എവിടെയൊക്കെ സന്ദർശിക്കുന്നു, ആരോടൊക്കെ ബന്ധപ്പെടുന്നു എന്നുള്ളതിന്റെ വിവരം ഉൾപ്പെടുന്നില്ലല്ലോ അല്ലേ പ്രദീപ്? ഈ കൂട്ടത്തിൽ BJP നേതാക്കൾ മാത്രം നിരീക്ഷണത്തിന് വിധേയരാകുന്നില്ലല്ലോ അല്ലേ? മറ്റുള്ള നേതാക്കൾ മാത്രമാണോ ഉള്ളത്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സംവിധാനത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എടുത്തിട്ടുള്ള തീരുമാനം ഇതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ, ഇടതുപക്ഷ നേതാക്കൾ, UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ, ഇത്തരത്തിലാണ് ജില്ലാ റിപ്പോർട്ടർമാർക്കും തിരുവനന്തപുരം ബ്യൂറോയിലെ 2 റിപ്പോർട്ടർമാർക്കും ബീറ്റ് നിശ്ചയിച്ചിട്ടുള്ളതായിരുന്നു. ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുണ്ട്. നേരത്തെ ഈ റിപ്പോർട്ട് മുഴുവൻ നോയിഡയിലേക്ക്, അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് താങ്കൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ആകമാനം ഒരു മാറ്റമുണ്ടായതിൽ നമുക്ക് അറിയാം. ഈ ന്യൂസ് 18നുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു, കേരളത്തിൽ 10 വർഷത്തിനകത്ത് സമ്പൂർണ്ണ ആധിപത്യം BJPക്ക് നേടണം എന്നുള്ളത്. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പ്രത്യക്ഷത്തിൽ ഇതിന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്നു എന്ന കാര്യം നേരത്തെ താങ്കളടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതുമാണ്. അതൊക്കെ സമഗ്രമായി എങ്ങനെയാണ് അവലോകനം ചെയ്യാനാവുക ഈ പുതിയ പശ്ചാത്തലത്തിൽ? തീർച്ചയായിട്ടും, അതായത് ന്യൂസ് 18ൽ നാം ഇപ്പോൾ ഏറ്റവും ഇതിന്റെ വൈരുദ്ധ്യം നാം മനസ്സിലാക്കേണ്ടത്, അടുത്തയിടെ ടാറ്റ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള മിസ്ത്രിയുടെ മാറ്റം. അവിടെ ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത്, ടാറ്റ ഗ്രൂപ്പ് ഉയർത്തിയിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് മിസ്ത്രി വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ന്യൂസ് 18ൽ നേരെ തിരിച്ച്, ഞാൻ പേര് പറയുകയാണ്, ജഗദീഷ് ചന്ദ്രയ്ക്കായിരുന്നു, ETV ഗ്രൂപ്പിന്റെ ജഗദീഷ് ചന്ദ്രയ്ക്കായിരുന്നു മുഴുവൻ ചുമതലയും ഉണ്ടായിരുന്നത്, എഡിറ്റോറിയൽ പോളിസി. ആ ടീം ഞാൻ കേരളത്തിന്റെ സിനാരിയോ മാത്രമല്ല പറയുന്നത്, 16 ചാനലുകൾ ഉണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തും ജഗദീഷ് ചന്ദ്ര നേരിട്ട വിമർശനം അതതു സംസ്ഥാനങ്ങളിൽ, അതായത് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ, ഉദാഹരണമായി കേരളത്തിൽ വന്നാൽ ജൂലൈയിൽ ന്യൂസ് 18 കേരളം ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യപ്പെടുന്ന അന്ന് വേദിയിൽ ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്. അതിനപ്പുറത്തേക്കുള്ള ഇടപെടുത്തലുകൾ ചില രാഷ്ട്രീയ ഘടകങ്ങളിൽ നിന്നുണ്ടാകണമെന്ന നിർദ്ദേശത്തെ അവഗണിച്ചു ജഗദീഷ് ചന്ദ്ര.
അങ്ങനെ കേരളത്തിൽ ജഗദീഷ് ചന്ദ്ര എത്തിയാൽ ആദ്യം അദ്ദേഹം പോയി കാണുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരുന്നു. ഇതൊക്കെ ജഗദീഷ് ചന്ദ്ര നേരിട്ട് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു. ആ വിമർശനത്തിലേക്ക് പങ്കാളികളായി റിപ്പോർട്ട് കൊടുത്തിരുന്ന 3 പേർ ഇന്ന് ചാനലിന്റെ റിലയൻസ് നിയമിച്ചിട്ടുള്ളവരായിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ നിന്നുള്ള 3 പേരെ റിലയൻസ് ഇന്ന് ന്യൂസ് 18 നിയമിച്ചിട്ടുണ്ട്. ജഗദീഷ് ചന്ദ്രയ്ക്കെതിരെ കൃത്യമായ റിപ്പോർട്ടുകൾ റിലയൻസിന്റെ മേധാവിക്ക്, അതായത് രാഹുൽ ജോഷി എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തത് ഈ റിലയൻസ് നിയമിച്ച ഈ 3 മലയാളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 3 വീഡിയോ കോൺഫറൻസിംഗ് വിളിച്ചാണ് ജീവനക്കാരെ അറിയിക്കുന്നത് ജഗദീഷ് ചന്ദ്രയുടെ സ്ഥാനചലനം. എഡിറ്റോറിയൽ പോളിസിയിൽ നിന്ന് ജഗദീഷ് ചന്ദ്രയെ ന്യൂസ് 18 ശൃംഖലയിൽ നിന്ന് മാറ്റി എടുത്തു കളഞ്ഞു എന്ന് പരസ്യമാവുകയും അതിനുശേഷം രാഹുൽ ജോഷിയിലൂടെ നടപ്പാക്കുകയും ചെയ്യും. നേരത്തെ പീപ്പിൾ ടി വി ഉയർത്തുന്ന റിപ്പോർട്ടാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്രപരമായ വാർത്തകൾ കൈകാര്യം ചെയ്യാൻ, അതിന്റെ ഹെഡ്ലൈൻ കൈകാര്യം ചെയ്യാൻ, അതിന്റെ ലീഡ് കൈകാര്യം ചെയ്യാൻ, അതിന്റെ വോയിസ് ഓവർ പാർട്ട് കൈകാര്യം ചെയ്യാൻ ന്യൂസ് 18 കേരളത്തിന്റെ എഡിറ്റോറിയൽ ഘടകങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഡൽഹിയിൽ നിന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വരുന്ന ടെക്സ്റ്റ് അതേപടി കോപ്പി ചെയ്ത് മലയാളത്തിലാക്കുക, അത് ഓൺ എയറിൽ വിട്ടു എന്ന് ഉറപ്പുവരുത്തുന്ന ജോലി മാത്രമാണ് എഡിറ്റോറിയൽ ടീം അംഗങ്ങൾക്കുള്ളത്. ഇത്തരത്തിലാണ് വാർത്തയിലെ ഇടപെടൽ മാധ്യമ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം. അതെ, ശ്രീ പ്രദീപ്, ഒരു കാര്യം കൂടി, താങ്കൾ എഡിറ്റോറിയൽ പരിപാടികളടക്കം അവതരിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. എഡിറ്റോറിയലിലേക്ക് ഗസ്റ്റിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലടക്കം നിയന്ത്രണം ഇക്കാര്യത്തിൽ അവർ നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. അതായത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കോർണർ ചെയ്യുന്ന സമീപനം, ഒരുപക്ഷെ കോർപ്പറേറ്റ് സംസ്കാരം ഏതു തരത്തിലാണ് മാധ്യമ പ്രവർത്തകരുടെയിൽ ഇടപെടുന്നത് എന്നുള്ളത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പഠിക്കേണ്ടതാണ്. ഒരു ഹിപ്നോട്ടൈസർ എന്നുള്ള രീതിയിലേക്ക് ആരും നമുക്ക് നിർദ്ദേശങ്ങൾ തരില്ല, കടുത്ത തോതിലെ നിർദ്ദേശങ്ങൾ തരില്ല. പക്ഷേ എഡിറ്റോറിയൽ ഹെഡുമാരെന്ന് ഇപ്പോൾ അവകാശപ്പെട്ട് മലയാള മാധ്യമ രംഗത്ത് ഞെളിഞ്ഞു നടക്കുന്നവർ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന അവസ്ഥയിലാണ് എന്ന് പേരുകൾ ഏറ്റവും 3 കേരളത്തിന്റെ എഡിറ്റോറിയൽ ചുമതല തിരുവനന്തപുരം ഡെസ്കിൽ നയിക്കുന്ന 2 പേർ പ്രമുഖ മലയാള മാധ്യമ പ്രവർത്തകരാണ്. പക്ഷേ മുട്ടിലിഴയുന്ന അവസ്ഥയിലേക്ക് അവരുടെ നിലപാടുകൾ മാറുന്നു. എഡിറ്റോറിയൽ നിശ്ചയിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരല്ല, ഹിന്ദി ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് 18 പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ. അവർ നിശ്ചയിക്കുന്ന തമാശ രൂപേണയുള്ള ഇൻസ്പെക്ഷൻസ് വഴി പോയില്ല എങ്കിൽ, അതായത് ലളിതമായ യുക്തിയിൽ അവർ നിശ്ചയിക്കുന്ന വാർത്തകൾ തർജ്ജമ ചെയ്യുന്ന വെറും തർജ്ജമക്കാർ മാത്രമായി മാറുന്നു ഈ ക്രെഡിബിൾ ആയിട്ടുള്ള ഇവിടെ ജോലി എടുക്കുന്ന മാധ്യമ പ്രവർത്തകർ. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അരുൺ, ആ തരത്തിൽ തന്നെയാണ്. എന്താണോ ഡൽഹിയിൽ നിന്ന് വരുന്നത് ആ വാർത്ത അതിന്റെ ഹെഡ്സും ലീഡും അതിന്റെ ടെക് ബോഡിയും ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാനുള്ളത്, എന്തുകൊണ്ട് ഇവർ മുട്ടുകയെന്ന അവസ്ഥയിലേക്ക് പോയി? ഏറ്റവും അടുത്ത ദിവസം തിരുവനന്തപുരത്തെ വാർത്തകൾ പറയുമ്പോൾ സത്യസന്ധമായി പറയണം, തിരുവനന്തപുരത്തെ ഹൈസിന്റ് എന്ന സ്റ്റാർ ഹോട്ടലിൽ റിലയൻസ് നേതൃത്വം ഒരു രഹസ്യ മീറ്റിംഗ് ചേർന്നു. അവിടെ വെച്ച് ഈ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 16 ചാനലുകളിൽ ഏറ്റവും കുറഞ്ഞ വരുമാനവും പെർഫോമൻസും ന്യൂസ് 18 കേരളയ്ക്ക്. ന്യൂസ് 18 കേരളയോടൊപ്പം തുടങ്ങിയ ന്യൂസ് 18 തമിഴ്നാടും ന്യൂസ് 18 ആസാം നോർത്ത് ഈസ്റ്റും ബഹുദൂരം മുന്നിൽ പോയി. ലക്ഷങ്ങൾ ശമ്പളം നൽകുന്ന നിങ്ങളെ ഇനി തലപ്പത്ത് വച്ചിരിക്കാൻ സാധിക്കില്ല എന്ന അന്തിമ നിർദ്ദേശം, അന്തിമ വാണിംഗ് ഈ വിഭാഗക്കാർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്ഥാനം തെറിക്കുമെന്ന് ഭയന്നിട്ട് അവർ പറയുന്നത് എന്തും നടപ്പാക്കാം. ഞാൻ കൃത്യമായി പറയുന്നു, 1 വർഷത്തിനകം റിലയൻസ് എന്തു പറയുന്നോ അതേ തരത്തിൽ വാർത്തകൾ കൈകാര്യം ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടാണ് ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകർ കൊട്ടേഷൻ അവർ ഈ സ്ഥാപനത്തിൽ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ നേതൃത്വം എന്ന് ഞെളിഞ്ഞു നടക്കുന്നത്. പ്രദീപ്, ഒരു കാര്യം കൂടി, ഇക്കാര്യങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നല്ലോ ഒരർത്ഥത്തിൽ നിങ്ങളുടേതടക്കമുള്ള രാജി. ഈ പീഡനങ്ങൾ സഹിച്ചും തുടരുന്നവർ അവിടെ ഉണ്ടോ? ഇത് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആന്തരിക സംഘർഷത്തിലേക്ക് ആ സ്ഥാപനത്തെ നയിക്കുന്നുണ്ടോ? ഇത് ഒരു കനലായി അവിടെ പുകയുന്നുണ്ടോ? ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാകുമോ? എങ്ങനെയാണ് ശേഷിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ നിലവിലെ രീതി? അരുൺ, വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് അരുൺ അക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അക്ഷരം പ്രതി ന്യൂസ് 18 കേരളത്തിന്റെ ഡെസ്കിലും ബ്യൂറോകളിലും നടക്കുന്ന കാര്യങ്ങൾ പീപ്പിൾ ടിവിക്ക് അതിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചു എന്നുള്ള സത്യം അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത്തരത്തിൽ തന്നെയാണ് അതിന്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. അസംതൃപ്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 1, ശമ്പളത്തിലെ അപാകതകൾ, 2, ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇടപെടലുകൾ. കൃത്യമായി പറഞ്ഞാൽ 3 തലത്തിൽ ന്യൂസ് 18 എഡിറ്റോറിയൽ വിഭാഗം ചേരിതിരിഞ്ഞിരിക്കുന്നു. 1, അവിടുത്തെ സീനിയർ എഡിറ്ററുടെ നേതൃത്വത്തിൽ ഒരു സംഘം,
ന്യൂസ് എഡിറ്ററുടെ നേതൃത്വത്തിൽ ഒരു സംഘം, ഓപ്പറേഷൻ ഹെഡിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ഇങ്ങനെ ന്യൂസ് 18-ൽ 3 സംഘങ്ങൾ പരസ്പരം അടികൂടുന്ന ചിത്രം. ഏറ്റവും പുതിയ വാർത്ത, മലയാളത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു ജേർണലിസ്റ്റ് ദീർഘകാലാവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ന്യൂസ് 18-ൽ ക്യാമറയിലും എഡിറ്റ് സെക്ഷൻ മറ്റ് വിഭാഗങ്ങളിലടക്കം മറ്റു ചാനലുകളിലേക്ക് ആപ്ലിക്കേഷനുമായി പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് കൃത്യമായുള്ള 3 തരത്തിലെ വിഭാഗീയത ന്യൂസ് 18 പിന്നോട്ടടിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ്. ഞാൻ കൃത്യമായി പറയുന്നു, സീനിയർ എഡിറ്ററുടെ നേതൃത്വത്തിൽ ന്യൂസ് 18-ൽ ഒരു വിഭാഗം, ന്യൂസ് എഡിറ്ററുടെ സീനിയർ എഡിറ്ററുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും, ഓപ്പറേഷൻ ഹെഡിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും ചേരിതിരിഞ്ഞിരിക്കുന്നു. ഹോട്ടൽ ഹൈസിൻഡിൽ കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ ഈ 3 പേർക്കുമെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള കർശന താക്കീത് നൽകിയിരിക്കുന്നു. ശരി പ്രദീപ്, വളരെ നിർണായകമായ വിവരങ്ങൾ കൂടിയാണ് അവിടെ ആ മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ കൂടി താങ്കൾ പങ്കുവച്ചത്. ഈ വാർത്തയുടെ മറ്റ് സമഗ്രമായ വിവരങ്ങൾ ഞങ്ങളുടെ 3 മണി ബുള്ളറ്റിനിൽ അടക്കം ഉണ്ടാവും. അതിലും ഈ മറ്റ് അതിഥികൾ കൂടി പങ്കെടുക്കും. ആ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരുടെ വിലപ്പെട്ട വിവരങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും ന്യൂസ് റൂമിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാറാണ്. ഒരു ഇടവേള വളരെ പെട്ടെന്ന് അനിവാര്യമാകുന്നത് കൊണ്ടുകൂടിയാണ്